എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. 30th September 2020 നടന്ന എക്സാം ആണിത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRZ ഫ്യൂസ് വിൽ ബി. ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസിൻ്റെ ഫ്യൂസിംഗ് ഫാക്ടർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 1.1. Now moving to second question, resistance of 230 volt 100 watt incandescent lamp is. So this is a direct substitution. So we know the power equation P equal to V square by R. So R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. How we will find it? Direct substituting R equal to V square by P. V is the voltage applied and P is the power. So 230 square by power is 100. അപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. ദ ആൻസർ വിൽ ബി 529 ohm. സോ ബി ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Moving to the third question, temperature coefficient of resistance is measured in. അപ്പോൾ നമുക്കറിയാം, let's take a conductor. ആ കണ്ടക്ടറിന് at 0 degree Celsius there was a resistance of R0, and at any temperature of at time t it has a resistance of RT. ഇനീഷ്യൽ റെസിസ്റ്റൻസ് R0 ആയിരുന്നു, ഫൈനൽ RT ആയി. അപ്പം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡെൽറ്റ R ഈക്വൽ ടു, സോ ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആൻഡ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ T. So here there is a proportionality constant here that is known as alpha naught. ദിസ് ആൽഫ നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius. അപ്പം അതിൻ്റെ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത് വേറെ ഫോമുല എഴുതാം. RT ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ നോട്ട് ഇൻറ്റു T. അപ്പോൾ ഈ ആൽഫ നോട്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ഓംസ് പെർ ഡിഗ്രി സെൽഷ്യസ്. Moving to the fourth question, example of paramagnetic material. Paramagnetic materials which are not strongly attracted by a magnet, but they attract not strongly. അപ്പം എക്സാമ്പിൾസ് വന്നിട്ട് A square TP M square എന്ന് പഠിച്ചിരിക്കാം. അപ്പോൾ എന്തൊക്കെയാ? അലുമിനിയം, എയർ, ടിൻ, പ്ലാറ്റിനം, മാംഗനീസ്, മഗ്നീഷ്യം. ഈ 5 മെറ്റീരിയൽസ് ആണ് ജനറൽ ആയിട്ട് പറയുന്നത്. ഇതിൽ എയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി going to fifth question, working voltage of Megger for testing domestic installations are. അപ്പോൾ നമുക്കറിയാം Megger is used for measuring high insulation resistance മെഷർ ചെയ്യാനാണ് Megger യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 500 volt ആണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? സി ഓപ്ഷൻ ആണ് കറക്റ്റ്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. 500 volt. ഈ ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. മൂവിംഗ് ടു ദ സിക്സ് ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. പവർ ഫാക്ടർ ഉദ്ദേശിക്കുക cos5 ആണ്. cos5ന്റെ ഇക്വേഷൻ എന്താ? R/Z, റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ് ആണ് cos5. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഓൺലി റെസിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പം ഇറ്റ്സ് 1, cos5 ഈക്വൽ ടു 1. അപ്പോൾ പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. എ ഓപ്ഷൻ ആണ് കറക്റ്റ്. സെവൻത് വൺ, the capacitive reactance is measured in.
കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എക്സിയിലാണ് നൊട്ടേഷൻ. ഇറ്റ്സ് ഈക്വൽ ടു 1/ωc. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ഓമാണ് ഇതിൻ്റെ ആൻസർ. എപ്പോഴും റിയാക്ടൻസ് എപ്പോഴും ഓമിലാണ് പറയുന്നത്. ബി ഓപ്ഷൻ ഈസ് കറക്റ്റ്. Eighth question, permalloy is an alloy containing. അപ്പം permalloy is an alloy containing nickel and iron. A ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a sinusoidal current, crest factor is. ക്രസ്റ്റ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. ഒരു സിനുസോയിഡൽ വേവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ VM ആയിട്ട് എടുക്കാം, മാക്സിമം വാല്യൂ. ഇനി RMS വാല്യൂ അറിയാം നമുക്ക് VM/√2. This is equal to VM cut off and √2 is equal to 1.1414. അപ്പോൾ B ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ ഇത് പഠിച്ചിരിക്കണം. ക്രസ്റ്റ് ഫാക്ടർ ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. 10th question, the specific gravity of electrolyte in a fully charged lead acid battery is. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് 1.285. A ഓപ്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇനി moving to 11th question, the composition of tin and lead used in electrician solder are. So ടിന്നിൻ്റെ വന്നിട്ട് 60%, ലെഡിൻ്റെ 40% ആണ്. സോ ഓപ്ഷൻ B is the correct answer. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. The material used as negative electrode in lithium cell. സോ ഹിയർ ഇതിൽ നമുക്കൊരു ആംബിഗ്യൂട്ടി ഉണ്ട്. ലിഥിയം സെൽ ചിലപ്പോൾ റീചാർജബിൾ ബാറ്ററീസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റി ഫോമിൽ ലിഥിയം സെൽ ക്യാൻ ബി യൂസ്ഡ് ആസ് റീചാർജബിൾ ബാറ്ററീസ് ഓൾസോ. സോ അവിടെ കൺഫ്യൂഷൻ ആണ്. അപ്പം നമുക്കത് പോറസ് കാർബണും പറയാം, ഗ്രാഫൈറ്റും പറയാം. അപ്പം ആൻസർ ഇത് രണ്ട് ഓപ്ഷൻസൂടെ ആംബിഗ്യൂട്ടി ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനാണ് ചാൻസ് കൂടുതൽ. കറക്റ്റ് ആൻസർ ഈസ് കാർബൺ, ബട്ട് ദർ ഈസ് ഗ്രാഫൈറ്റും അത് വരാൻ ചാൻസ് ഉണ്ട്. Moving to 13th question, the reciprocal frequency is known as. Frequency is expressed in F equal to 1/T. അപ്പം implies here T is the time period. അപ്പം ഒരു വേവിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് റെസിപ്രോക്കൽ ആകുമ്പോൾ എന്താ പറയുക, 1/F equal to T. ടൈം പീരീഡ് ആണ് ആൻസർ. ഓപ്ഷൻ A is the correct answer. So moving to the 14th question, the number of electrons in an aluminum atom is. 13 ആണ് correct answer. For aluminum atom, there are 13 electrons. Moving to 15th question, the capacity of a lead acid battery is expressed in. So here ampere hour is the right answer. So next is the unit of permeability is. പെർമിബിലിറ്റിയുടെ യൂണിറ്റ് വന്നിട്ട് മ്യൂയുടെ യൂണിറ്റ് വരുന്നത് Henry/meter ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ആംപിയർ ടേൺസ് എന്ന് പറയുന്നത് MMFന്റെ യൂണിറ്റ് ആണ് ആംപിയർ ടേൺസ്. സോ ഈ ഓപ്ഷൻ അല്ല. ഇനി Wb/m² എടുക്കുകയാണെങ്കിൽ ഇത് വരുന്നത് ഫ്ലക്സ് ബൈ ഏരിയ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ബിയുടെ യൂണിറ്റ് ആണ് Wb/m². നോ യൂണിറ്റ് പറയാൻ ഇതൊരു കോൺസ്റ്റന്റ് ആണോ? അല്ല, കാരണം അതിനൊരു യൂണിറ്റ് ഉണ്ട്, Henry/meter. ടെസ്ല ആൻഡ് Wb/m² ആ രണ്ടും സെയിം ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ് ടെസ്ല. സോ ഹിയർ നമുക്ക് ഓപ്ഷൻസ് ഇതിൽ ഒന്നും കാണുന്നില്ല. സോ ദിസ് ക്വസ്റ്റ്യൻ മേ ക്യാൻസൽ. മൂവിങ് ടു നെക്സ്റ്റ് വൺ. Now the 17th one, relative permittivity of vacuum. Relative permittivity എന്ന് പറഞ്ഞാൽ is expressed as epsilon r equal to epsilon/epsilon0. What is epsilon? Epsilon എന്ന് പറയുന്നത് permittivity of any space or medium.
അപ്പം epsilon 0 is the absolute permittivity. epsilon by epsilon 0 ആണ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇനി ബൈ സെയിം, അപ്പം both cancelled out and it is 1. It is unity. So option C is the right answer. Now moving to the 18th question. The ohmmeter reading for a shorted capacitor is. Capacitor ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ohmmeter reading എന്താ വരിക? 0 ആണ് വരുന്നത്. Option A is the right answer here.
19th one, the equivalent of 1 picofarad. 1 picofarad is equal to 10 raised to minus 12 farad ആണ്. അപ്പം 10 raised to minus 12 എന്ന് പറയുന്നത് is equal to 1 by 10 raised to 12 farads. So here option B is the right answer. So moving to the 20th one, a parallel circuit is used as divider for. So any parallel circuit here current is getting divided. So option D is the right answer. So 21st question, the electrical instrument used to measure current. Generally ammeters are used as a measuring current measuring device. Here galvanometer can also be used. The option A, galvanometer, can also be used because it is an instrument to detect the presence of small currents or voltages in the circuit. So galvanometer ഈ question applicable ആണ്. Both A and B can be the right answers. So there is the both options are valid. So here this question may get cancelled out, but we are not sure. There is a possibility. 22nd question, the maximum number of lightning points that can be connected in a circuit is. So it is 10. Option B is the right answer. So next one, 23rd one, 1 BOT unit is equal to BOT अथवा Board of Trade Unit. Board of Trade Unit. The energy unit ആണ്. This is also known as BTU. ഇത് വന്നിട്ട് 1 BOT is equal to 1000 watt hours. Option C is the right answer. So moving to the 24th one, the minimum distance between two plates in plate earthing which are parallel should be. So that is 8 meter is the right answer. Moving to 25th one, AC single phase energy meter record the energy in the unit of. Energy measure ചെയ്യുന്നത് kilowatt hours ലാണ്. So option B is the right answer. 26th one, the unit of reluctance is. Reluctance ന്റെ expression എന്താ വരുന്നത്? Equal to mmf by flux. mmf ന്റെ യൂണിറ്റ് വരുന്നത് ampere turns ആണ്. Ampere turns and flux is Weber. So option B is the right answer here. Now 27th one, a material that is slightly repelled by a magnet. It is diamagnetic. In previous question we saw that paramagnetic ആയിരുന്നു answer വരുന്നത്. Paramagnetic പറഞ്ഞാൽ which gets slightly attracted by a magnet അല്ലെങ്കിൽ weakly attracted by a magnet. Ferromagnetic എന്ന് പറഞ്ഞാൽ strongly attracted by a magnet ആണ് ferromagnetic. അപ്പം നമുക്ക് option C is the right answer here. Now the 28th question, the phase angle between voltage and current in a pure inductive circuit. So ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, note this point, in a pure inductor the current lags the voltage by an angle of 90 degree. Current lags the voltage by an angle of 90 degree. Now 29th one, two capacitors of 5 microfarad each are connected in parallel. Their total effective capacitance is. രണ്ട് 5 microfarad capacitors connected in parallel ആണ്. Capacitance in the cases when it is parallel we will add the two elements. So here the net capacitance will be 5 plus 5 equal to 10 microfarads. Option A is the right answer here.
30th one, aluminum becomes superconductor at it's minus 272.15 degrees Celsius. Now 31st question, energy stored in an inductor is given by E equal to half Li square. Half Li square. Option A is the right answer. Moving to 32, the expansion of XLPE cable is, so it is cross-linked polyethylene cable. Option C is the right answer. Moving to 33, name the non-metal which will conduct electricity. Graphite is a non-metal which will conduct electricity. So option C is the right answer. 34th one, a depolarizer in dry cell. Depolarizer in dry cell is manganese dioxide. Option C is the right answer here. So moving to 35, the metal has a negative temperature coefficient of resistance is carbon. It is C. Thirty-sixth one, electrochemical equivalent of aluminum is option A 0.093. This is the right answer. 37, three capacitors each of 100 microfarad are connected in series across 100 volt supply. Their equivalent capacitance are 100 microfarads. Equivalent will be C equivalent will be equal to 1 by C equivalent will be equal to, in series 1 by equivalent capacitance is calculated like this. 1 by C equivalent is equal to 1 by C1 plus 1 by C2 plus 1 by C3 equal to 1 by 100 plus 1 by 100 plus 1 by 100. So C equivalent will be equal to 100 by 3, which is equal to 33.33 microfarads. One, which color wire is recommended for earth connection as per ISI code? It is green. Earth is green and neutral is black. So option B is the correct answer. 39, the maximum value of a sine wave AC voltage is 10 volt. Maximum voltage is its RMS value is VRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം VRMS equal to VM by root 2. ഇതിന് നമുക്ക് VM തന്നിട്ടുണ്ട് 10 by root 2 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? 10 into root 2 by 2. 5 root 2. 5 root 2 എന്ന് പറയുന്നത് എന്താ ആൻസർ? 7.070 is the right answer. Option C is correct. 40th question, the direction of flow of lines of force around a bar magnet is. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഫ്രം നോർത്ത് ടു സൗത്ത് ആയിരിക്കും അത്. ഔട്ട് ഓഫ് ദ നോർത്ത് പോൾ ഇൻ ടു ദ സൗത്ത് പോൾ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 41, from the following power plants which has the least operating cost? So we know hydroelectric power plants use water as its main fuel. So water is the cheapest. So hydroelectric is the right answer. Option E is the correct. 42, in DC shunt motor, what is the relation between speed, flux and back EMF? Namukariam, what is the relation? EB equal to 5 ZN by 60 into P by A. Here P is the number of poles and A is the armature paths, number of armature paths, and then N is the speed in revolutions per RPM. Z is the number of conductors, phi is the flux, and EB is the back EMF produced. So here we can see that EB is proportional to phi and N. It is all this is, so option D is also correct and C is also correct. N proportional to N proportional to EB by phi. So we have two answers here coming as correct. So most probably this question may get cancelled out, but we are not sure. We cannot predict, as it is PSC, we cannot predict the correct
once here both C and D are right. So this question may get cancelled out. There is a possibility. 43rd one, the maximum permissible voltage drop in a 240 volt network is 30%. So what is the minimum acceptance voltage in any point of the network? So it is given here 30% ആണ് acceptable limit. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സെപ്റ്റൻസ് വോൾട്ടേജ്, ദാറ്റ് ഈസ് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ 240യുടെ 30% എന്താ വരിക? 240 into 30 by 100, 24 into 3, 72. 72 volts ആണ്. അപ്പം 240 പ്ലസ് ഓർ മൈനസ് 72 ഉള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 240 പ്ലസ് ഓർ മൈനസ് 72, 240 പ്ലസ് 72 എന്തായാലും വരില്ല, ഇതിൽ 200 റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പം 240 മൈനസ് 72, 10 minus 2, 8. ഇതിൽ ഓപ്ഷൻസിലില്ല. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ആൻസേഴ്സ് ഇല്ല. അപ്പം ദിസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വാലിഡ്. Which one of the following three-phase motor is not self-starting? ഇവിടെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തത് സിൻക്രോണസ് മോട്ടറാണ്. ഓപ്ഷൻ എ is the right answer. Next, 45. The fuel used in nuclear generation of power plants is isotopes of uranium. Uraniumന്റെ isotopes ആണ് fuel ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെ? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ. ഇനി 46. Removing the load from a DC series motor while working, what will happen to its speed? ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സീരീസ് മോട്ടറിൽ എല്ലാ കറണ്ടും ആമേഴ്സിൽ വരും. 46. Removing the load from a DC series motor while working, what will happen to its speed? സ്പീഡ് കൂടുതലായി, കറണ്ട് കൂടുതലായതുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും. സോ വിൽ ഇൻക്രീസ്. one. The width of a trench for laying a single cable should be a minimum of, it is 35 centimeter. Now 48. The fractional slip of an induction motor can be found by the formula. നമുക്കറിയാം സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? S equal to NS minus NR by NS. ഇതാണ് അടുത്ത ഒരു സെയിം ഫോമുല നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് എടുക്കാം. The sun makes energy in its core by a process called nuclear fusion. Option C is the right answer. In 50. In SI system, what will be the unit of torque of DC motor? Torque എന്ന് പറയുന്നത് force into distance ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ is the unit of force and meter is the unit of distance. So Newton meter is the right answer. Option A is correct. Okay, moving to 51. What is the purpose of bedding in an underground cable? അപ്പോൾ നമ്മളൊരു കേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഒരു കേബിൾ എന്ന് പറയുന്നത് കുറേ കണ്ടക്ടേഴ്സ് പ്ലസ് ഇൻസുലേഷൻ. കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്ത് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേബിൾ. കേബിൾ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ് പ്ലസ് പ്രൊട്ടക്ഷൻ കവർ. അപ്പോൾ ഇത് കണ്ടക്ടേഴ്സ് ആണ്. ഈ കണ്ടക്ടേഴ്സിന് ചുറ്റും നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് കൊടുക്കുക? ഒരു ഇൻസുലേഷൻ കൊടുക്കും, യൂഷ്വലി പേപ്പർ. ഇൻസുലേഷൻ കഴിഞ്ഞിട്ട് ഒരു മെറ്റാലിക് ഷീറ്റ് കൊടുക്കും. എന്തിനാ മെറ്റാലിക് ഷീറ്റ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും മോയ്സ്ചർ അല്ലെങ്കിൽ ഡാമേജിങ് ലിക്വിഡ്സ് ഒക്കെ
വന്ന് വരുമ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബെഡിങ് പോലെ ഒരു സംഭവം നമ്മൾ കൊടുക്കും. എന്തിനാ ബെഡിങ് കൊടുക്കുന്നത്? ഈ ടു പ്രിവെൻറ്റ് ഫ്രം കൊറോഷൻ. എന്തെങ്കിലും കൊറോസീവ് സബ്സ്റ്റൻസസ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് പ്രിവെൻഷനും, പിന്നെ അടുത്ത ലെയർ എന്ന് പറയുന്നത് ആർമറിങ് ആണ്. ആർമറിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിങ് കൊടുക്കുന്നത്. ഇതാണ് ബെഡിങ്, ഇതാണ് ആർമറിങ്. സോ ടു പ്രൊട്ടക്ട് ദ മെറ്റാലിക് ഷീറ്റ് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി, ഫ്രം ആർമറിങ്, പിന്നെ ടു പ്രിവെന്റ് ദ കൊറോഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Moving to 52, calculate the synchronous speed of 5 HP 8-pole 415 volt 50 Hz 3-phase squirrel cage induction motor. ഇവിടെ നമുക്ക് സിൻക്രോണസ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇക്വേഷൻ? NS equal to 120 F/P. NS equal to 120 F/P. ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 50 Hz. ഇവിടെ ഇതാണ് നോട്ട് ചെയ്യേണ്ടത്, 50 ഹേർട്സും ഇവിടെ 5 HP. ഇപ്പോൾ രണ്ടും നമ്മൾ ആദ്യമേ കാണുമ്പോൾ തന്നെ അത് കൺഫ്യൂസ്ഡ് ആവും. HP ഉള്ളത് പവറും ഹെർട്സ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ അത് നമ്മൾ Hഉം Pയും അവരും അങ്ങനെ ക്യാപിറ്റലിൽ എഴുതിയത് കൊണ്ട്, ക്യാപിറ്റൽ ആണ് യൂണിറ്റ്, അതുകൊണ്ട് നമ്മൾക്കത് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നോർമലി നമ്മളത് ശ്രദ്ധിച്ച് വായിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഇറ്റ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമുക്ക് നോക്കാം. 120 ഇൻറ്റു F എത്ര വരിക? 50 ഹെർട്സ്. 50 ബൈ നമ്പർ ഓഫ് പോൾസ് ഈസ് 8. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 750 RPM ആണ് കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി മൂവിങ് ടു 53. ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ഡാഷ് ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ ഫീഡ് വാട്ടർ ഫ്രം ദ ഫ്ലൂ ഗ്യാസസ്. യൂഷ്വലി ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് എക്കണോമൈസർ ആണ് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് ദ ഫീഡ് വാട്ടർ ഹീറ്റർ. അപ്പം എക്കണോമൈസർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. Moving to 54. While conducting a no-load test in a DC series motor, what consequences will occur? No-load test, ലോഡ് ഇല്ലാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. DC series motor ആണെങ്കിൽ at no load the speed will be very high in the sense it will be dangerously high, അതിൻ്റെ motor winding damage ചെയ്യാനുള്ള chances ഉണ്ട്. So option B, the motor will reach such a high speed that the centrifugal force may destroy the motor winding. B ആണ് correct answer. Option B is correct. Moving to 55, epoxy cable joint is used. Where it is used? It is used where heating of the cable is not permitted. Option A is correct. Moving to 56, the starter used for slip ring induction motor. Slip ring induction motor rotor resistance starter ആണ്. Option B is correct. In 57, in biogas mixture dash is the main constituent. Methane is the main constituent. Option A is correct. Moving to 58, regenerative or Hopkinson's test may be conducted on DC machines on full load, rated load ആണ് ചെയ്യുന്നത്. So it is option B, full load. Now 59, which of the following DC distribution system is the simplest and lowest in first cost? Simplest to lowest in first cost is radial system. Radial system ആണ് simplest distribution system with lowest initial cost. So option A is correct. Now moving to 60, which of the following speed is called the actual speed in a 3-phase induction motor? ഒരു 3-phase induction motor എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് പറയുന്നത് റോട്ടർ സ്പീഡിൻ്റെ ടേംസിലാണ്. സോ A is the correct answer. Option A, rotor speed is correct.
61. Which one of the following is not a non-conventional source of energy? Conventional എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോൺ റിന്യൂവബിൾ. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ. ഇതേ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അറ്റ് ദ എൻഡിൽ വരുന്നുണ്ട്. ദീസ് ടു ക്വസ്റ്റ്യൻസ് ആർ ഇന്റർറിലേറ്റഡ്. അപ്പം നമുക്ക് ഈ കോൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റിംഗ് പോയിന്റ് എന്താ വെച്ചാൽ ഇവിടെ നോൺ കൺവെൻഷണലും കൂടി പറഞ്ഞു. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താകും, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റിന്യൂവബിൾ ആണ് നോൺ കൺവെൻഷണൽ. പിന്നെ നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നോൺ റിന്യൂവബിൾ തന്നെയാണ് വരുന്നത്. നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഏതാ? ന്യൂക്ലിയർ എനർജി ആണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇനി ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ടു 62. ഡ്യൂറിംഗ് റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് ഓഫ് DC സീരീസ് മോട്ടോഴ്സ്. റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗിൽ നമുക്കറിയാം മോട്ടോഴ്സ് ബ്രേക്കിംഗ് ഓഫ് DC സീരീസ് മോട്ടോഴ്സ് എടുക്കുമ്പോൾ 3 types ഓഫ് ബ്രേക്കിംഗ് ആണ് നോർമലി പ്രൊവൈഡ് ചെയ്യാറ്. ഫസ്റ്റ് വൺ ഈസ് പ്ലഗിംഗ്, സെക്കൻഡ് റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് ആൻഡ് തേർഡ് വൺ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോൾ ഈ റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗിൽ എന്താവുമെന്ന് വെച്ചാൽ മോട്ടർ ഈസ് റൺ ആസ് എ ജനറേറ്റർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്സിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കപ്പം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളത് ട്രൈ ചെയ്യും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 63rd വൺ, ACSR conductors can be joined by using straight sleeve and nut connectors വെച്ചിട്ടാണ് ACSR sleeves ജോയിൻ ചെയ്യുന്നത്, ACSR conductors ജോയിൻ ചെയ്യുന്നത്. ACSR എന്ന് വെച്ചാൽ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് ആണ്. Moving to 64. How is the slip ring induction motor connected to the main? Slip ring induction motors അല്ലെങ്കിൽ wound rotor motors എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റേറ്റർ വന്നിട്ട് സപ്ലൈ സൈഡിലും റോട്ടർ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ഷോർട്ട് ചെയ്തിട്ട് തന്നെ ഇരിക്കുക. റോട്ടർ വൈൻഡിങ് ഷോർട്ടഡ് ത്രൂ റെസിസ്റ്റൻസ്. റോട്ടർ വൈൻഡിങ്സ് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് റെസിസ്റ്റൻസ് വഴി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Moving to 65. Which one is used to generate power in geothermal station? Geothermal എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി, ജിയോ എന്ന് പറയുമ്പോൾ എർത്ത് ആണ്. സോ ഹീറ്റ് derived from the earth, heat inside the earth. Option B is correct. Moving to 66. The no-volt coil is used as a protective device in a motor starter. What is its main function? No-volt coil എന്താ ചെയ്യുന്നത്? It opens supply circuit upon failure or reduction of voltage and keeps opening the circuit until it is manually closed. So option C is the right answer here. Moving to 67. Non-conductor of an overhead line including service lines directed across a street shall at any part thereof be at a height less than 6.096 meters for high voltage lines. അപ്പം അതൊരു ഫാക്റ്റ് ആണ്. Moving to 68. In the manual start delta starter, the stop button connection is in series with the no-volt coil. It is option B is the right answer. And moving to 69. Equipment used for pulverizing the coal is known as ball mill. Ball mill എന്നാണ് പറയുക. ആ equipmentന് കോൾ പൾവറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന equipment നമ്മൾ ball mill എന്നാണ് പറയുന്നത്. Moving to 70. Dash is the formula for dynamically induced EMF. Answer is BLV sin theta volts. Option C is the right answer. ഇവിടെ നമുക്കിതൊരു ഈസി കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നല്ലോണം റിവൈസ് ചെയ്ത് വേണം എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Moving to 71. The depth of pole below the ground level on a normal soil should be. It is 1/8 of the height of the pole. Option D is the right answer.
72, when the three-phase fuel cage induction motor is started by star delta starter, the starting current is reduced to, it is 1/3 times. This star delta starter very important ആണ്. Most of the question papers നമുക്കിത് കാണാൻ പറ്റും. We moving to 73. Which of the following is conventional source of energy? What is meant by conventional? It is non-renewable. So here, which in options, which is a non-renewable form of energy? It is coal. Option A is correct. So moving to 74. The terminal markings of a separately excited DC generator as per Indian standards is A1, A2, E1, E2. Option A is the correct answer. Moving to 75. Dash is the factor which least affects the sag of a transmission line. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് സാഗ് ഇസ് എ പ്രോപ്പർട്ടി. അത് എന്തിനാണ്? മെക്കാനിക്കൽ ഡിസൈൻ ഓഫ് ഓവർ ഹെഡ് ലൈൻസിൽ വരുന്ന അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് സാഗ്, പാരാമീറ്റർ ആണ് സാഗ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, കറന്റ് ത്രൂ ദ കണ്ടക്ടർ. Current through the conductor does not affect the sag of a transmission line. And moving to 76. What is the purpose to conduct block to rotor test in a three-phase induction motor? It is option A, to determine the full load copper loss. Moving to 77. A solar module is made up of large number of solar cells. Option B is correct answer. 78. Which liquid do you use for cleaning the commutator of a DC generator? It is option A, carbon tetrachloride. Okay, moving to 78. Which liquid do you use for cleaning the commutator of a DC generator? Or DC generator in the commutator, ഏത് liquid വെച്ചിട്ടാണ് നമ്മൾ clean ചെയ്യുന്നത്? It is carbon tetrachloride. Option A is the right answer. Moving to question number 79. The depth of laying underground cable from the ground surface for 11 kV HT line cable is. So option B, 0.9 meter is the right answer. So moving to 80. If two phases of the supply are interchanged, what will happen to the three-phase induction motor? If two phases are changed, the motor will start rotating in reverse direction. So option A is the right answer. Moving to 81. Which force is required to move the pointer from zero position in an indicating instrument? So moving a pointer from zero position, it needs a deflecting torque. So option B is the right answer. Option B, deflecting force is required. 82. Which source of measuring error is caused by the effect of magnetic fields? Effect of magnetic fields, influence error is caused by the effect of magnetic fields. Moving to 83. Which type of instrument is used with air friction damping? So here the options provided: moving coil, it is eddy current damping, and moving iron and dynamometer both has got air friction damping. So both are provided with air friction damping. So this question has got two answers. So this question may be ruled out. We can see there is a possibility of ruling out. So moving to the next question. Moving to 84. Why damping force is required in a moving coil instrument? So ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓസിലേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഇതാണ് ഡാമ്പിംഗ് ഫോഴ്സ്. സോ ഇറ്റ് വിൽ ക്വിക്ലി മൂവ് ദ പോയിന്റർ ടു ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ. അപ്പം ഇറ്റ് വിൽ ക്വിക്ലി മൂവ് ദ പോയിന്റർ. അതിനർത്ഥം എന്താ? ഇറ്റ് മേക്സ് ദ നീഡിൽ മൂവ്മെന്റ് ഫാസ്റ്റർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. And whenever there is a movement, whenever there is a pointer movement, there will be a deflecting force acting it. So option B is also going to be correct. Helps the deflecting force.
to act fast. And option C, brings the needle to its zero position. Yes, that is obviously the aim of a damping force. And option D, arrests the needle to its zero position. So this option C and D are almost same. So we can see there is an ambiguity in this question. So all the options are linked, and there can be and all are valid answers except this arrest the needle to its zero position. So we can roll out this question. It may get deleted. So moving to 85. What is the typical efficiency range of a transformer? So we know transformer has got high efficiency. It is a high efficiency device. So option C, 90 to 99% is the right answer. Moving to 86. What is the relationship between primary and secondary currents of a transformer? Primary and secondary currents of a transformer, it is proportional to ampere turns. Primary ampere turns and secondary ampere turns. So we can say option B is the right answer. Moving to 87. What is the secondary induced EMF in a transformer? So we know the general equation for the induced EMF of a transformer. It is E equal to 4.44 F into Ns into 5M volts. So F is the frequency, N is the speed, and 5M is the maximum flux produced. So here, if they are asking of secondary induced EMF, so directly substituting E is equal to, and then N will get changed to Ns. So option B is the right answer. 88. What is the working principle of auto transformer? It is self-induction. So option D is the correct answer. Moving to 89. Which condition is correct for parallel operation of transformer? For doing parallel operation in a transformer, the transformer should have the same voltage ratio, and input voltage must be the same percentage impedance, and so all the factors are correct. So option D is the right answer. Moving to 90. Which method of cooling is generally adopted for low capacity distribution transformer up to 100 kVA? So option B, natural air method, is the right answer here. So moving to 91. What is the unit of luminous intensity? So luminous intensity, the unit is candela. So this one you can remember here. This is one of the most frequently asked questions in all the competitive examinations. So you can remember this code LIC. Luminous intensity is candela. So option B is the correct answer. Moving to 92. What is the operating temperature of tungsten filament lamp? It is 2300 degrees Celsius. 93. Which material is used to make the discharge tube of MA type HP high pressure mercury vapor lamp, HPMV lamp? So here the answer is borosilicate tube. Option C is the right answer. Moving to 94. Which type of motor is used in food mixer? It is universal motor. Option B is the right answer. 95. What is the purpose of salt plate in electric kettle? So it keeps the element in close contact with the container. Option D is the right answer. Moving to 96. Which one is a semiconductor material? So silicon acts as a semiconductor. Option B is the right answer. 97. What is the method to increase the conductivity in a semiconductor? Conductivity can be increased by using doping method. Option Z is the right answer. Now 98. Which type of semiconductor? The free electrons are majority. In N-type, the free electrons act as the majority charge carriers. So option D, N-type, is the right answer.
99. What is the main application of SCR, silicon controlled rectifier? The main application is speed control of motors. Option D is the right answer. Moving to 100. Which doping material is used to make p-type semiconductors? It is option A, boron is the right answer. So that goes to the end of the question paper discussion of electrician code A, which held on September 30th, 2020. So hope you liked the video, and if you have any doubts or clarifications, you can comment it in the comment box. So that and also if you want more videos, more topics to be covered in the series, you can just comment. We will be acknowledging your comments. So thank you. Have a great day.